ഹായ്, വെൽക്കം ടു കലവറ. ഞാനൊരു 2-3 വീഡിയോസ് മാംഗോ ഷേക്കിൻ്റെയും അതുപോലെ തന്നെ കോക്ടെയിൽ ജ്യൂസ് ഇതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫലൂദയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: റോസ് സിറപ്പ്, കസ്കസ്, അത് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇത് റാസ്ബെറി ജെല്ലി, 2 ടൈപ്പ് ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആപ്പിളും എടുത്തിട്ടുണ്ട്, സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. പിന്നെ സേമിയ വേവിച്ചെടുക്കണം, ഐസ്ക്രീം, പാല്, പഞ്ചസാര ഇട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വെച്ചതാണ്. ആദ്യം നമുക്ക് സേമിയ വേവിച്ചെടുക്കാം. സേമിയ വേവിക്കാനുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്നു. ഇനി സേമിയ ഇടാം. സേമിയ വെന്ത് ഇനി തീ ഓഫ് ചെയ്യാം. ശരിക്കും 1 മിനിറ്റ് മതി സേമിയ വേകാനായിട്ട്. പക്ഷേ ചിലത് റോസ്റ്റഡ് ആയിരിക്കും, അപ്പോൾ കൂടുതൽ സമയം എടുക്കും. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഈ റാസ്ബെറി ജെല്ലി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് ഇങ്ങനൊരു പാക്കറ്റ് റാസ്ബെറി ജെല്ലി. അതിനകത്ത് നിന്ന് ഒരു ഹാഫ് പാക്കറ്റ് മാത്രമേ ഞാൻ ഒരു പാത്രത്തിലോട്ട് കുടഞ്ഞിട്ട്, എന്നിട്ട് 1/2 കപ്പ് വെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിച്ച് നല്ലതുപോലെ അത് മെൽറ്റ് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഫ്രിഡ്ജിൽ ഇരുന്ന 1/2 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ചില്ലറിൽ വെച്ചാണ് ഇത് തയ്യാറാക്കിയെടുത്തത്. ചിലർ റോസ് മിൽക്ക് ഉണ്ടാക്കിയിട്ടാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഈ റോസ് സിറപ്പ് ഒഴിക്കുന്നതിൻ്റെ മുകളിൽ പാല് ഡയറക്റ്റായിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പാല് പഞ്ചസാരയിട്ട് തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്താണ്. അതല്ല, നിങ്ങൾക്ക് റോസ് മിൽക്കാക്കി ചെയ്യണമെന്നുണ്ടെന്നതിൽ ഒരു 1/2 കപ്പ് മിൽക്ക് പഞ്ചസാരയിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് തണുത്തിട്ട് അതിനകത്ത് ഈ റോസ് സിറപ്പ് ഒഴിച്ചാൽ മതി. അതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കണം. ഇനി നമുക്ക് ഫലൂദ ഇതിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി സേമിയ, ഇനി ഇതിൻ്റെ മുകളിൽ റോസ് സിറപ്പ്, ഇനി ഇതിൻ്റെ മുകളിൽ അല്പം പാല്, ഇനി ഇതിൻ്റെ മുകളിൽ പാല്, ഇനി ഇതിൻ്റെ മുകളിൽ കസ്കസ്, ഇനി ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടെ നമുക്ക് ജെല്ലി വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ആപ്പിള്, ഇതിൻ്റെ മുകളിൽ സ്ട്രോബെറി, ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. ഐസ്ക്രീം ഒരു സ്കൂപ്പ് വയ്ക്കാം. വാനില ഐസ്ക്രീമാണ്. ഇതിൻ്റെ മുകളിൽ റോസ് സിറപ്പ്. അങ്ങനെ നമ്മുടെ ഫലൂദ റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഫലൂദയുടെ ഈ റെസിപ്പി
വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.